ജന്മം കൊണ്ട് ഒരുപക്ഷെ തോറ്റുപോയവരായിരിക്കാം നമ്മളിലേറെ. ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും പരാജയങ്ങളും മോശം ജീവിത സാഹചര്യങ്ങളും ഒക്കെ കൂടി മോശം അനുഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ കുട്ടിക്കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും ഒക്കെ കുറെ കൂടി വികലമാണ് എന്നുള്ളതാണ് പലപ്പോഴും ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും. പക്ഷെ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: ജന്മം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ സാഹചര്യം എത്ര മോശമാണെങ്കിലും ജീവിതം കൊണ്ട് ഏതവസ്ഥയെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പുതുക്കി പണിയാൻ ഓരോ മനുഷ്യനും സാധിക്കും. നമുക്കെല്ലാവർക്കും അതിന് കഴിയേണ്ടതുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും സാധാരണക്കാർക്കുള്ളതാണ്. അതായത് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം എൻ്റെ വാക്കുകളിലൂടെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊടുക്കണമെന്ന ആഗ്രഹത്തിന്റെ പിൻബലത്തിൽ മാത്രം ചെയ്യുന്ന വീഡിയോ. കാരണം ഞാനും ജീവിതത്തിന്റെ മോശം അവസ്ഥകളിലൂടെ കടന്നു വന്ന ഒരാളാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പരാജയങ്ങളും മോശം ജീവിത സാഹചര്യങ്ങളും ഒക്കെയുള്ള ഒരു കുടുംബ സാമൂഹിക ചുറ്റുപാടിൽ ജീവിച്ചു വളർന്ന ഒരാൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നിങ്ങളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഉപകാരപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ പറയാനുള്ളത്, നമ്മൾ ജനിച്ചു വീണത് മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും ജീവിതം കൊണ്ട് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വലിയ വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനാവുക, നല്ല മാറ്റങ്ങൾ എങ്ങനെയാണ് കണ്ടെത്താനാവുക, അതിന് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്, നമ്മുടെ മനോഭാവവും നമ്മുടെ ചിന്താഗതികളും എങ്ങനെയായിരിക്കണം നോക്കാം നമുക്ക്. സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മോശം അവസ്ഥകളെ ഒരിക്കലും കുറ്റം പറയാതിരിക്കുക എന്നതാണ്. കാരണം നമ്മുടെ സാഹചര്യം മോശമാണ് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും നമ്മുടെ അവസ്ഥകളെ കുറ്റം പറയുമ്പോൾ വിശാലമായിട്ടുള്ള ഈ ലോകത്തിന്റെ സാധ്യതകളെ നമ്മൾ മറന്നുപോവുകയാണ്. കാരണം ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് മാത്രമുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമുക്ക് ചുറ്റിലുമുണ്ട്, ഈ ലോകത്തുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്. അല്ലാതെ നമ്മുടെ അച്ഛനമ്മമാർക്ക് പൈസയില്ല, നമ്മുടെ വീട്ടിൽ സൗകര്യങ്ങളില്ല, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, അങ്ങനെയുള്ള മാനസികാവസ്ഥയോടു കൂടി നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ, ആ അവസ്ഥയിൽ തന്നെ നമ്മൾ ജീവിച്ച് മരിക്കണമെന്ന നമ്മുടെ ചിന്താഗതി നമ്മൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്. അതിന് പകരം നമ്മുടെ അവസ്ഥകളെ മാറ്റുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക, പുതിയ അവസരങ്ങളിലേക്ക്, പുതിയ സാധ്യതകളിലേക്ക് ഇറങ്ങുവാനുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുക, കുറ്റം പറയാതിരിക്കുക. കാരണം നിലവിലുള്ള അവസ്ഥയെ കുറ്റം പറയുമ്പോൾ മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള മനോഭാവത്തെ അത് തടയുകയാണ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് വിജയിക്കുവാനുള്ള അവസരങ്ങൾ കൂടി രൂപപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്. ജന്മം കൊണ്ട് മാത്രമല്ല നമ്മുടെ അവസ്ഥ മോശമാകുന്നത്. എല്ലാ സൗകര്യങ്ങളോടുകൂടിയും ജീവിച്ച് വളർന്ന ഒരാൾ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്, മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് വഴുതി വീഴുന്നുണ്ട്. അപ്പോഴും അയാൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? മുന്നോട്ടുള്ള അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ട് അവസ്ഥകൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വന്നുകൊണ്ടേയിരിക്കും. അത് ജന്മം കിട്ടുമ്പോൾ മാത്രമുള്ള അവസ്ഥയല്ല. ജന്മം കിട്ടുമ്പോൾ മാത്രമല്ല മോശമായ അവസ്ഥകൾ ഉണ്ടാകുന്നത്. ജീവിതത്തിലുടനീളം വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ, വ്യത്യസ്തമായ സമയങ്ങളിൽ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. വേണ്ടത് മുന്നോട്ടുള്ള അവസരങ്ങളെ, സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള മനോഭാവം കാണിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാവുകയുള്ളൂ. രണ്ടാമത് പറയാനുള്ളത്, ഇടുങ്ങിയ ചിന്താഗതികളെ നമ്മൾ പൊളിച്ചെഴുതണം. പലപ്പോഴും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യങ്ങളാണ്. നമ്മൾ വലിയ വലിയ ഹോട്ടലുകളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ സാധാരണക്കാർക്ക് പറഞ്ഞ ഹോട്ടലുകളല്ല. നല്ല വെൽ ഡ്രസ്സിലൊക്കെ, വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ട് ചില ആളുകൾ പോകുമ്പോൾ ഇതൊക്കെ വലിയ വലിയ ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മാത്രമല്ല, നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളും സാമൂഹിക ചുറ്റുപാടുകളും ഈ ഒരു കാഴ്ചപ്പാട് സാധാരണക്കാരുടായിട്ടുള്ള മക്കളുടെ ഇടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ
സാമ്പത്തികമായിട്ട് കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്ന, കുറച്ച് ഹൈടെക് ആയിട്ടൊക്കെ വരുന്ന കുട്ടികളിൽ നിന്ന് നമ്മൾ കുറച്ച് മാറി നിൽക്കും അല്ലെ. നമുക്ക് പറ്റിയ കുറച്ച് കൂട്ടുകാരുണ്ടാവും, തരികിട ആയിട്ട് നടക്കാൻ പറ്റിയത് കുറച്ച് കൂട്ടുകാരല്ലേ. അവരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും, അല്ലെങ്കിൽ അവരെ അങ്ങ് ഒറ്റപ്പെടുത്തും അല്ലെ. ഈ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കേണ്ടതുണ്ട്. അങ്ങനെ വേർതിരിവുകൾ സൃഷ്ടിക്കാനുള്ളതല്ല ബാല്യമായാലും കൗമാരമായാലും യൗവനമായാലും വാർദ്ധക്യമായാലും ഏത് ജീവിതത്തിന്റെ ഏത് കാലഘട്ടങ്ങളിലും ഓരോ മനുഷ്യനും അവനവൻ്റെതായിട്ടുള്ള മൂല്യമുള്ള ആളുകളാണ്. അവനവൻ്റെതായിട്ടുള്ള ലോകത്തെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ആളുകളാണ്, പ്രത്യേകതയുള്ള ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ഇടുങ്ങിയ ചിന്താഗതികളൊന്നും കൊണ്ടു നടക്കേണ്ടതില്ല. ഈ ലോകത്തിന്റെ എല്ലാ അവസരങ്ങളും എല്ലാ സാധ്യതകളും ഓരോ മനുഷ്യനും അവകാശപ്പെട്ടതാണ്. അത് സാധാരണക്കാരനെന്നോ പണക്കാരനെന്നോ അങ്ങനെയൊന്നും വേർതിരിവ് നമ്മൾ കാണേണ്ടതില്ല. അങ്ങനെ കണ്ടു തുടങ്ങിയാൽ ഒരിക്കലും ഒരു പോയിന്റിനപ്പുറം ഒരു സാധാരണക്കാരന് വളരാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഇന്ന ആളുകൾക്ക് പറഞ്ഞതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സർക്കിൾ നമ്മൾ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. അതിലപ്പുറം കടക്കാൻ പിന്നെ നമ്മുടെ മനസ്സിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനും സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് ഇടുങ്ങിയ ചിന്താഗതികളൊക്കെ നമ്മൾ പൊളിച്ചെഴുതണം. ഈ ലോകത്തിന്റെ എല്ലാ സാധ്യതകളും എല്ലാ അവസരങ്ങളും ഏതൊരു സാധാരണക്കാരനും അവകാശപ്പെട്ടതാണ് എന്ന ചിന്ത കുട്ടിക്കാലം മുതലേ നമ്മൾ വളർത്തേണ്ടതുണ്ട്. ഇനി അഥവാ വളർന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പറയാനുള്ള മൂന്നാമത്തെ കാര്യം, വിജയിച്ചവരെ നമ്മൾ അസൂയയോടെ നോക്കിക്കാണരുത് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും, ഞാനടക്കം, ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുട്ടിക്കാലങ്ങളിൽ പഠിക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് അസൂയയാണ്, അല്ലെങ്കിൽ അംഗീകരിക്കാൻ മടിയാണ്. പണമുള്ള ആളുകളെ, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വഴിമാറി നടക്കാൻ, അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കും. ഒരുപക്ഷെ അവർ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അവരെ പലപ്പോഴും കുറ്റം പറയാറുണ്ട് അല്ലെ. സാമ്പത്തികമായിട്ട് വളർന്ന ആളുകളെ അവർ പണമൊക്കെ ഉണ്ടാക്കിയത് മറ്റെന്തൊക്കെയോ വഴികളിലൂടെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ കഷ്ടപ്പാടിന്റെ അധ്വാനത്തിന്റെ വിലയായിരിക്കാം. ഒരു കാലത്ത് ജീവിതത്തിൽ പരാജയപ്പെട്ട ആളുകളായിരിക്കാം. നമ്മളതൊന്നും മനസ്സിലാക്കില്ല. പലപ്പോഴും നമ്മളെക്കാൾ വലിയ വിജയം നേടിയ ആളുകളെ ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ നമ്മൾ മടി കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ കഴിയില്ല. അതിലപ്പുറം വിജയിക്കുന്ന, അല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന, വിജയിച്ച ആളുകളെ വളരെ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡോടുകൂടി ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയണം. നമുക്കെല്ലാവർക്കും അത് സാധിക്കേണ്ടതുണ്ട്. നാളെ നമുക്കും അവരെ പോലെ ആകാനുള്ളതാണ്. വലിയ വിജയങ്ങൾ സ്വന്തമാക്കാനുള്ളതാണ്. അവരെങ്ങനെ ജീവിതത്തിൽ സക്സസ് ആയി എന്ന് സ്വയം പഠിക്കുവാനുള്ള ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോഴേ നമ്മുടെ ജീവിതം അപ്ഡേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ, ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അസൂയ പാടില്ല. അതിന് പകരം വിജയിച്ച ആളുകളെ നോക്കി വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ ശീലിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത് പറയാനുള്ളത്, ജീവിതത്തോട് ഒരിക്കലും മടുപ്പ് തോന്നരുത് എന്നുള്ളതാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നതും കളിയാക്കപ്പെടുന്നതും മാറ്റി നിർത്തപ്പെടുന്നതുമൊക്കെ സാധാരണക്കാരനാണ്. അത് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും. എപ്പോഴെങ്കിലുമൊക്കെ ഓരോ സാധാരണക്കാരനും ഉറപ്പായിട്ടും അനുഭവിച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ ചില സമയങ്ങളിൽ. നമ്മളിപ്പോ ഒരു ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട്. 1 or 2 അടവ് തെറ്റിക്കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് വിളിക്കും അല്ലെ. ഒരുപക്ഷെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളോട് മോശമായിട്ട് പെരുമാറും അല്ലെ. ബാങ്കിൽ ലോൺ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യും. ഒരുപക്ഷെ ആ നിമിഷങ്ങളിലൊക്കെ ജീവിതത്തോട് തന്നെ മടുപ്പ് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ വിജയങ്ങളൊക്കെ നേടി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ലോണൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ, നമ്മളെക്കാൾ കൂടുതൽ ലോൺ എടുത്തിട്ടുള്ള ആളുകൾ 5ഉം 6ഉം അടവൊക്കെ തെറ്റിയാലും അവർക്ക് പലപ്പോഴും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പരിഗണനയാണ് വീണ്ടും വീണ്ടും കിട്ടാറുള്ളത് അല്ലെ. അവരോട് അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ സാധാരണക്കാരന് പലപ്പോഴും, ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും, അവഗണിക്കപ്പെട്ടിട്ടുണ്ടാവും, കളിയാക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ജീവിതത്തോട് മടുപ്പ് തോന്നുന്നത് സ്വാഭാവികം. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മടുപ്പ് തോന്നാനല്ല നമ്മൾ ശീലിക്കേണ്ടത്. അങ്ങനെയുള്ള മോശമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വാശിയോടുകൂടി ജീവിതത്തെ നേരിടുവാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക. വാശിയാണ് നമുക്കുണ്ടാവേണ്ടത്. അതായത് നമ്മളെ വില കുറച്ച് കാണുന്നവരുടെ മുന്നിൽ, കണ്ടവരുടെ മുന്നിൽ ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള വാശി.
ചുറ്റിലും നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് വിജയിക്കുവാനും എല്ലാ തരത്തിലും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും. ആ അവസരങ്ങളിലേക്ക് വാശിയോടെ ധൈര്യത്തോടെ നമ്മൾ ഇറങ്ങുക. ജീവിതത്തിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടായാൽ അത് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ നേടിയെടുത്ത ആളുകൾ നമുക്ക് ചുറ്റിലും ആയിരക്കണക്കിനുണ്ട്. അതിലൊരാളായിട്ട് നമുക്കും മാറാൻ കഴിയേണ്ടതുണ്ട്. അല്ലാതെ അവഗണനകൾക്ക് മുന്നിൽ, ഒറ്റപ്പെടലുകൾക്ക് മുന്നിൽ, കളിയാക്കലുകൾക്ക് മുന്നിൽ മാറി നിന്ന് ജീവിതത്തിൽ സ്വയം ഒതുങ്ങി നമ്മൾ ജീവിക്കാനല്ല ശ്രമിക്കേണ്ടത്. വാശിയോടുകൂടി വീണ്ടും ശക്തമായി മുന്നോട്ട് പോകുവാനുള്ള മനോഭാവം കാണിക്കലാണ് വേണ്ടത് എന്നുള്ളതാണ് 4ാമത്തെ കാര്യം. ഇനി 5ാമത് പറയാനുള്ളത് ജീവിതത്തിൽ ക്ഷമ കാണിക്കുക എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, കടബാധ്യതകളുണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒറ്റ സുപ്രഭാതം കൊണ്ട് ജീവിതത്തിന്റെ തലവര മാറ്റിയെഴുതണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധ്യമാവില്ല. അതിന് പകരം ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വിജയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കണം. അതിനുവേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മെല്ലെ നമ്മുടെ ജീവിതത്തെ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അവിടെ മെല്ലെ അതിനെ ബിൽഡ് ചെയ്യുക. അതായത് ചെറിയ വിജയങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് പണമൊക്കെ ഉണ്ടാക്കിയിട്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ ശ്രമിക്കുമ്പോൾ അത് വലിയ പരാജയങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് മെല്ലെ തുടങ്ങുക. പിന്നീട് അത് വലുതായിട്ട് മാറും. അത് ജീവിതത്തിന്റെ വലിയ നേട്ടങ്ങളായി പിന്നീട് മാറുകയാണ് ചെയ്യുക. അതിനെന്ത് വേണം? ക്ഷമ വേണം. മെല്ലെ ആ വിജയങ്ങൾ കണ്ട് വീണ്ടും നമുക്ക് ആ വിജയത്തെ വീണ്ടും വലുതാക്കുവാനുള്ള ഒരു ശ്രമം നടത്തുവാനുള്ള ക്ഷമ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് 5ാമത്തെ കാര്യം. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 6ാമതായിട്ട് പറയാനുള്ളത് ജീവിതത്തെ നമ്മൾ ഒരിക്കലും പേടിക്കരുത് എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ചെറിയ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജീവിതത്തോട് പേടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ ഓരോന്ന് നിൽക്കുന്ന ഒരാൾ ഒരു ബിസിനസ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർക്ക് പേടിയൊന്നുമില്ല. അവർ ധൈര്യത്തോടെ ഇറങ്ങും. ചിലപ്പോൾ ലോണൊക്കെ എടുത്തിട്ടായിരിക്കാം അവർ ഇറങ്ങുന്നുണ്ടാവുക. പക്ഷെ അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഓർക്കുക, ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ജന്മം കൊണ്ട് തന്നെ വിജയിച്ച ആളുകളല്ല. ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട് അവിടെ എത്തിയവരാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു റിസ്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കണമെങ്കിൽ ജീവിതത്തെ പേടിക്കാത്ത ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പേടിയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം. സാധാരണക്കാരനാണ്, നമ്മുടെ കയ്യിൽ പണമില്ല, കുറച്ച് പൈസയൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടുണ്ട്, ഒരു ലോൺ എടുക്കണം എന്ന് പറയുമ്പോൾ അടക്കാനുള്ള ആ ധൈര്യമില്ലായ്മ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. കാരണം അടക്കാൻ പറ്റാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് കടന്നു വന്ന ഒരാളെന്ന നിലയിൽ ഒരു പേടി, ഉത്ഭയം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനെ മറികടക്കാൻ ഒരു സാധാരണക്കാരന് കഴിയേണ്ടതുണ്ട്. ധൈര്യത്തോടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ജീവിതത്തെ പേടിക്കാതെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയ സാഹചര്യം എന്തു തന്നെയുമാകട്ടെ, അതിലപ്പുറം ജീവിതം കൊണ്ട് നമ്മുടെ എല്ലാ അവസ്ഥകളെയും പുതുക്കി പണിയാനും വലിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തുവാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നിലവിലുള്ള നിങ്ങളുടെ മനോഭാവങ്ങൾ, നിങ്ങളുടെ ചിന്താഗതികൾ അതൊക്കെ മനസ്സിലാക്കി അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പരിശോധിച്ച് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കണ്ടെത്താൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി.